കൽപ്പറ്റയിൽ നിന്ന് ടി സിദ്ദിഖ് പുറത്തേക്ക്. മണ്ഡലം ആവശ്യപ്പെടാൻ ഒരുങ്ങി ലീഗ്. മാനന്തവാടിയിൽ പിടിമുറുക്കി CK ജാനു. വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വയനാട്ടിലെ പ്രധാന മണ്ഡലങ്ങളിൽ ഒന്നായ കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റ് കൽപ്പറ്റ കൈലാക്കാൻ മുസ്ലിം ലീഗ് ഒരുങ്ങുന്നതായി റിപ്പോർട്ടുകൾ. ഇക്കഴിഞ്ഞ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ പാർട്ടി ഉണ്ടാക്കിയ മുന്നേറ്റവും ചരിത്ര വിജയവുമൊക്കെ കണക്കിലെടുത്താണ് കൂടുതൽ സീറ്റുകൾ ആവശ്യപ്പെടാനായി ലീഗ് ഒരുങ്ങുന്നത്. അതിനു പിന്നാലെയാണ് കൽപ്പറ്റയിൽ അവർ കണ്ണുവെച്ചിരിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ എളുപ്പത്തിൽ ലീഗിന് ജയിക്കാൻ കഴിയുന്ന മണ്ഡലം എന്ന നിലയിലാണ് കൽപ്പറ്റ ആവശ്യപ്പെടാൻ ഒരുങ്ങുന്നത്. ലീഗിനുള്ളിൽ നിന്ന് തന്നെ ഇതുമായി ബന്ധപ്പെട്ട സമ്മർദ്ദം ഉയരുന്നുണ്ട്. ലീഗിന്റെ കൽപ്പറ്റ നിയോജക മണ്ഡലം കമ്മിറ്റിയാണ് ഇത്തരമൊരു ആവശ്യവുമായി രംഗത്തു വന്നിരിക്കുന്നതെന്നാണ് ലഭിക്കുന്ന വിവരം. അങ്ങനെയെങ്കിൽ ടി സിദ്ദിഖിന് സീറ്റ് നഷ്ടമാവുമോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. മലബാർ മേഖലയിൽ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ മികച്ച വിജയമാണ് ലീഗിലൂടെ UDF നേടിയെടുത്തത്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ സീറ്റുകൾ ആവശ്യപ്പെടണമെന്നാണ് പാർട്ടിക്കുള്ളിൽ നിന്ന് ഉയർന്നുവരുന്ന പ്രധാന ആവശ്യം. ഇത് ശരിവെച്ചുകൊണ്ടാണ് കൽപ്പറ്റയിലെ പ്രാദേശിക നേതൃത്വം സീറ്റ് ഏറ്റെടുക്കണമെന്ന നിർദ്ദേശവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. നിലവിൽ ഇക്കാര്യത്തിൽ കോൺഗ്രസുമായി ചർച്ച നടന്നിട്ടില്ല. വയനാടിനെ നടുക്കിയ മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലിന് ശേഷം പുനരധിവാസ പ്രവർത്തനങ്ങൾ ജില്ലയിൽ സജീവമായി നടക്കുന്നുണ്ട്. സർക്കാർ ടൗൺഷിപ്പിന് പുറമെ നിലവിൽ ലീഗ് നിർമ്മിക്കുന്ന വീടുകളുടെ പണികളും പുരോഗമിക്കുകയാണ്. എന്നാൽ കോൺഗ്രസ് ആകട്ടെ ഇതുവരെ സ്ഥലം രജിസ്റ്റർ ചെയ്യുന്നതടക്കമുള്ള നടപടികളിൽ മാത്രമേ എത്തിയിട്ടുള്ളൂ. ഈ സാഹചര്യത്തിൽ ലീഗിന് ഇവിടെ മുൻതൂക്കമുണ്ടെന്നാണ് അവരുടെ വാദം. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഇടത് കേന്ദ്രങ്ങളോട് നേരിട്ട് ഏറ്റുമുട്ടി പുനരധിവാസ വിഷയത്തിൽ ഭൂമി രജിസ്ട്രേഷൻ വരെ എത്തിച്ച ടി സിദ്ദിഖ് ആവട്ടെ ഇവിടെ ഒരു വട്ടം കൂടി ജയിച്ചു കയറാമെന്ന പ്രതീക്ഷയിലായിരുന്നു. എന്നാൽ ലീഗിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങി കൽപ്പറ്റ മണ്ഡലം വിട്ടുകൊടുത്താൽ പകരം ടി സിദ്ദിഖിന് ഏതു മണ്ഡലം നൽകുമെന്നതാണ് കോൺഗ്രസിനെ കുഴയ്ക്കുന്ന ഇപ്പോഴത്തെ ചോദ്യം. അതിനിടെ ജില്ലയിലെ തന്നെ മറ്റൊരു പ്രധാന മണ്ഡലമായ മാനന്തവാടിയുടെ കാര്യത്തിലും ചില വാർത്തകൾ പുറത്തുവരുന്നുണ്ട്. CK ജാനുവിന്റെ സ്ഥാനാർത്ഥിത്വമാണ് ഇവിടെ ചർച്ചയാകുന്നത്. മാനന്തവാടി മണ്ഡലത്തിൽ മത്സരിക്കാനാണ് JRPക്ക് താല്പര്യമെന്നാണ് ലഭിക്കുന്ന വിവരം. UDF നേതൃത്വത്തോട് തന്നെ ഇക്കാര്യം ആവശ്യപ്പെടാൻ ഒരുങ്ങുകയാണ് CK ജാനുവെന്നാണ് അറിയുന്നത്. അങ്ങനെയെങ്കിൽ അവിടെ ജയമുറപ്പിച്ച് സഭയിലൊരു സാന്നിധ്യമാകാമെന്ന പ്രതീക്ഷയിലാണ് JRP. ഇക്കഴിഞ്ഞ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ഏകദേശം 10,000-ത്തിലധികം വോട്ടിന്റെ ഭൂരിപക്ഷമാണ് മണ്ഡലത്തിൽ UDFനുള്ളത്. അതുകൊണ്ട് തന്നെ വിജയം ഉറപ്പാണെന്നാണ് UDF കേന്ദ്രങ്ങൾ അവകാശപ്പെടുന്നത്. നേരത്തെ NDAയുടെ ഭാഗമായപ്പോൾ 2 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ CK ജാനു ബത്തേരി മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ചുവെങ്കിലും 3ാം സ്ഥാനം മാത്രമാണ് ലഭിച്ചത്. എന്നാൽ ഇക്കുറി UDFിലെത്തിയതോടെ മണ്ഡലം പിടിച്ചെടുക്കാമെന്ന പ്രതീക്ഷയിലാണ് അവർ. മന്ത്രിയായ OR കേളുവാണ് നിലവിൽ ഇവിടുത്തെ MLA. അദ്ദേഹത്തിനെതിരെ മത്സരിക്കാൻ CK ജാനുവിന് താല്പര്യമുണ്ട് താനും. ഇവിടെ മുൻ മന്ത്രി PK ജയലക്ഷ്മിയുടെയും IC ബാലകൃഷ്ണന്റെയും പേരുകളും ഉയർന്നു കേൾക്കുന്നുണ്ട്. എന്തായാലും വയനാട് ജില്ലയിലെ സീറ്റ് വിഭജനം UDFിനുള്ളിൽ വലിയ പൊട്ടിത്തെറികൾ ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല.